ഇതൊരു പിക്ക് പൈൽ റീഡിംഗ് ആണ്. പൈൽ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ 3 ക്രിസ്റ്റൽസ് വെച്ചിട്ടുണ്ട്. ഗ്രീൻ അവഞ്ചറിൻ, റെഡ് ജാസ്പർ ആൻഡ് സോഡലൈറ്റ്. ഏത് ക്രിസ്റ്റൽ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നു അതാണ് നിങ്ങളുടെ പൈൽ. പൈൽ നമ്പർ 1 ഗ്രീൻ അവഞ്ചറിൻ ആണ്. പൈൽ 1 ചൂസ് ചെയ്തവർക്ക് ഇപ്പോൾ അറിയേണ്ട മെയിൻ ട്രൂത്ത് എന്താണ്? Eight of Wands, Ace of Swords, and the oracle card is Clarity. പൈൽ 1 ചൂസ് ചെയ്ത ആളുകളോട് യൂണിവേഴ്സ് പറയുന്നത് ഇതാണ്: ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട, ട്രൂത്ത് പുറത്തു വരും. കാര്യങ്ങൾ വളരെ സ്പീഡിൽ മൂവ് ആവാൻ തുടങ്ങുകയാണ്. ഓണസ്റ്റ് ഡിസിഷൻ നിങ്ങളെ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നാള് സ്റ്റാഗ്നന്റ് ആയി നിന്ന ഒരു എനർജി, വലിയ ഡിലേ ആയിട്ട് നിങ്ങൾ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന, ഒരു അനക്കവുമില്ലാതെ സ്റ്റക്കായിട്ട് നിന്നിരുന്ന ഒരു എനർജി ഇപ്പൊ സഡൻലി മൂവ് ചെയ്യാൻ തുടങ്ങും. വെയിറ്റിംഗ് പീരീഡ് ഓൾമോസ്റ്റ് ഓവറാണ്. എന്തെങ്കിലും ഒരു മെസ്സേജ് അല്ലെങ്കിൽ കോളോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത് ഉടനെ വരാൻ പോവുകയാണ്. ഈ കാർഡ് പറയുന്നത് ഇനി കൺഫ്യൂഷൻ ക്യാരി ചെയ്തിട്ട് പോകാൻ പറ്റില്ല. ട്രൂത്ത് ഒന്നെങ്കിൽ നിങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടിയിൽ നിന്നോ ക്ലിയർ ആയി പുറത്തു വരും. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഒറാക്കിൾ മെസ്സേജ് എന്ന് പറയുന്നത്, അവർ ഒളിപ്പിച്ചിരുന്ന ഒരു ഇന്റൻഷൻ ഇനി അവർക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഇത്ര നാൾ അവര് എന്തോ ഒരു ഉദ്ദേശം അവര് പുറത്തു പറയാതെ ഉള്ളിൽ കൊണ്ടു നടന്നിരുന്നു. ഹാഫ് ട്രൂത്ത് അല്ലെങ്കിൽ മിക്സഡ് സിഗ്നൽസ്, അതൊക്കെയാണ് ഇതുവരെ തന്നിരുന്നത്, പുറത്തേക്ക് വിട്ടിരുന്നത്. അതെല്ലാം എൻഡാവുന്ന ഫേസാണ്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ്, എന്തെങ്കിലും നിങ്ങളിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വളരെ പെട്ടെന്ന് നിങ്ങൾ കാത്തിരുന്ന എന്തോ ഒരു കാര്യത്തിന് ഒരു തീരുമാനമാക്കാൻ പോകുന്ന തരത്തിൽ എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് എത്തും. ട്രൂത്ത് അറിയുമ്പോൾ നിങ്ങൾ ശരിയായ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് നിങ്ങൾ പ്രാപ്തരാകും. പൈൽ 1 യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത്, ക്ലാരിറ്റി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഒരു കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുക, കാത്തിരിപ്പിന് അവസാനം ഉണ്ടാവുക, സ്റ്റാഗ്നന്റ് ആയി നിന്നിരുന്നതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. സ്പീഡായിട്ട് അത് വരുമ്പോൾ നിങ്ങൾ പാനിക് ആവേണ്ട. കെയർഫുള്ളി ലിസൺ ചെയ്യുക. അത് നിങ്ങൾക്ക് മനസ്സമാധാനം നൽകുന്നതായിരിക്കും. ഒരിക്കലും നിങ്ങളെ വിഷമത്തിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കില്ല. അത് യൂണിവേഴ്സിന്റെ അഷ്വറൻസ് ആണ്. നിങ്ങൾക്ക് ഈ മെസ്സേജ് റെസനേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീണ്ടും കാണാം. ബൈ. ഹായ് പൈൽ നമ്പർ 2. പൈൽ നമ്പർ 2 ചൂസ് ചെയ്തിരിക്കുന്നത് റെഡ് ജാസ്പർ ക്രിസ്റ്റൽ ആണ്. സ്ട്രെങ്ത്, സ്റ്റെബിലിറ്റി ആൻഡ് റിയാലിറ്റി ചെക്ക്, അതാണ് ഈ ക്രിസ്റ്റൽ നമുക്ക് നൽകുന്ന ഒരു എനർജി എന്ന് പറയുന്നത്. നിങ്ങൾക്കുള്ള കാർഡ്സ് നമുക്ക് എടുക്കാം. യൂണിവേഴ്സ്, പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് ഇപ്പോൾ അറിയേണ്ട മെയിൻ ട്രൂത്ത് എന്താണ്? പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് ഇപ്പോൾ അറിയേണ്ട മെയിൻ ട്രൂത്ത് എന്താണ്? നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ജഡ്ജ്മെന്റ് കാർഡ് പറയുന്നത്, നിങ്ങളൊരു അവേക്കനിങ് ഫേസിലാണ്. പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതൊരു കോയിൻസിഡൻസ് അല്ല. ഇനി സെയിം മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യരുത് എന്ന ഒരു വാർണിംഗ് കൂടിയാണ് യൂണിവേഴ്സ് നമ്മളെ ഓർപ്പിക്കുന്നത്. സൺ കാർഡ് പറയുന്നത്, ഇതുവരെ ഒളിച്ചിരുന്ന കാര്യങ്ങൾ ഇനി വെളിച്ചത്ത് വരും. ഇനി അത് എന്നേക്കുമായിട്ട് അങ്ങനെ മറഞ്ഞിരിക്കാൻ അതിന് സാധിക്കില്ല. അതാണ് ഇവിടെ ആദ്യത്തെ കാർഡിൽ തന്നെ പറയുന്നത്, നമുക്ക് ട്രൂത്ത് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒളിപ്പിച്ചു വെച്ചിരുന്ന ഇമോഷൻസ് അല്ലെങ്കിൽ ഹിഡൻ ട്രൂത്ത്സ് എന്ന് പറയുന്നത് വെളിച്ചത്ത് വരാൻ പോവുകയാണ്. ഇല്യൂഷൻ മാറുന്നു. ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് നല്ല ക്ലാരിറ്റിയോടുകൂടി മുന്നിലേക്ക് വരാൻ പോവുകയാണ്. ട്രൂത്ത് പെയിൻഫുൾ ആയാലും
അത് ബ്ലൈൻഡ് ആയിട്ട് കാര്യങ്ങളെ കാണുന്നതിൽ നിന്ന് നിങ്ങളെ ലൈറ്റിലേക്ക്, വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ളതാണ്. ഇതിപ്പോ നമ്മൾ ഫയൽ 1 ചൂസ് ചെയ്ത ആളുകൾക്ക് സമാനമായ ഒരു മെസ്സേജ് ആണ് യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത്. ഫയൽ 1 റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒറാക്കിൾ കാർഡ് മെസ്സേജ്, ഇതിൽ വന്നിരിക്കുന്നത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ്. അതായത് ഡിസോണസ്റ്റി, ഡിസെപ്ഷൻ, ട്രിക്കറി എന്നൊക്കെ പറയുന്നത് ആരും നിങ്ങളോട് ഹോൾ ട്രൂത്ത് പറഞ്ഞിട്ടില്ല. ഒരു ഡിസീവിങ് എനർജി നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്റൻഷണൽ ആവാം, അല്ലെങ്കിൽ ഫിയർ കൊണ്ടാവാം, പക്ഷെ ട്രൂത്ത് ഹിഡൻ ആയിരുന്നു ഇതുവരെ. ആ ട്രൂത്ത് ഉടനെ വെളിച്ചത്ത് വരും. ആ ട്രൂത്ത് നമ്മൾ എന്തായാലും കാണണം, നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണം, അത് അക്നോളജ് ചെയ്യണം. നമ്മൾ ഇനി അത് കാണണ്ട എന്ന് വിചാരിച്ച് സ്വയം കണ്ണടച്ച് ഇരുട്ടാക്കി നമ്മൾ നിൽക്കരുത് എന്നുള്ള ഒരു മെസ്സേജ് സ്ട്രോങ് ആയിട്ട് യൂണിവേഴ്സ് ഫയൽ നമ്പർ 2 തന്നിട്ടുണ്ട്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ നെയ്വല്ല, നിങ്ങൾക്ക് ഫീൽ ചെയ്തത് ശരിയായിരുന്നു. ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. നമ്മുടെ പാസ്റ്റ് മിസ്റ്റേക്സ് ഇനി നമ്മുടെ ലൈഫിനെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കരുത്. ചില കാര്യങ്ങളിൽ റിപ്പീറ്റഡ്ലി നിങ്ങളുടെ മൈൻഡിലേക്ക് ആ ഡൗട്ട് കടന്നു വരുന്നത് നിങ്ങളുടെ ഒരു വീക്ക്നെസ് കൊണ്ടല്ല, അതൊരു ഇൻറ്റ്യൂഷൻ ആയിരുന്നു എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇവിടെ സ്ട്രോങ് ആയിട്ട് നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ റെഡ് ജാസ്പർ എനർജി പറയുന്നത് ഇനി ഫാന്റസി അല്ല, ഫാന്റസി ഒക്കെ വിടണം, ട്രൂത്ത് ആക്സെപ്റ്റ് ചെയ്യണം, റിയാലിറ്റിയിൽ നിൽക്കണം, സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ റെഡിയാണ്. നിങ്ങളെ വിശ്വസിക്കുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക, നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ തന്നെ ചിലപ്പോൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കുറെ നാളായിട്ട് സഫർ ചെയ്യുന്നുണ്ടാവും. ഞാനിങ്ങനെ സഫർ ചെയ്യുകയാണല്ലോ എന്നുള്ള തോന്നൽ നിങ്ങളുടെ മൈൻഡിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടാവും. നിങ്ങൾ തന്നെ അത് കണ്ടില്ലെന്ന് അടിച്ചു പോകുന്നുണ്ടാവും. യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ നിങ്ങൾ സഫർ ചെയ്യണ്ട, അങ്ങനെ സഫർ ചെയ്യരുത്, നിങ്ങളെ ഫ്രീ ആക്കുക. ആ ഫ്രീഡം നിങ്ങൾ അർഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലതാണ് ഭാവിയിൽ വരാനിരിക്കുന്നത്. ഷൈൻ ചെയ്യാൻ പോവുകയാണ് സൺ പോലെ. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നിലേക്ക് പോവുക എന്നുള്ളതാണ് യൂണിവേഴ്സ് ഫയൽ നമ്പർ 2 നൽകിയിരിക്കുന്ന മെസ്സേജ്. ഈ മെസ്സേജ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ. ഹായ് ഫയൽ നമ്പർ 3. ഫയൽ നമ്പർ 3 പിക്ക് ചെയ്തിരിക്കുന്നത് സോഡലൈറ്റ് ക്രിസ്റ്റൽ ആണ്. ഇത് ട്രൂത്ത്, ക്ലാരിറ്റി, ഇൻറ്റ്യൂഷൻ എനർജിയുള്ള ഫയലാണ്. നിങ്ങൾക്കുള്ള കാർഡ് പിക്ക് ചെയ്യാം. യൂണിവേഴ്സ് ഫയൽ നമ്പർ 3 പിക്ക് ചെയ്ത ആളുകൾക്ക് ഇപ്പോൾ അറിയേണ്ട മെയിൻ ട്രൂത്ത് എന്താണ്? ഫയൽ നമ്പർ 3ക്ക് അറിയേണ്ട മെയിൻ ട്രൂത്ത് മെസ്സേജ് എന്താണ്? The High Priest, the Emperor and Oracle card Thinking. ഫയൽ നമ്പർ 3 ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഇന്നർ വോയിസിൽ നിന്നുള്ള മെസ്സേജിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് അതാത് സമയം വേണ്ട ഗൈഡൻസ് കൃത്യമായിട്ട് ഇൻറ്റ്യൂഷനിലൂടെ നിങ്ങളോട് കൺവേ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത് എന്നുള്ളതാണ് ആദ്യമായിട്ട് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ്. പാസ്റ്റിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന അല്ലെങ്കിൽ ബോധപൂർവം നിങ്ങൾ മറച്ചു വെച്ചിരുന്ന ഫീലിങ്സ്, തോട്ട്സ്, അതൊക്കെ ഇനി നിങ്ങളുടെ മനസ്സിന്റെ പുറത്തേക്ക്, സർഫസിലേക്ക് വരാൻ പോവുകയാണ്. ഇവിടെ ഈ എംപറർ എനർജി ലൈഫിൽ ക്ലാരിറ്റി കൊണ്ടുവരാൻ ബൗണ്ടറീസ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ആവശ്യമാണെന്നുള്ളതാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇമോഷണൽ പുള്ളുണ്ടെങ്കിലും റാഷണൽ മൈൻഡിനോടൊപ്പം മൂവ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു സേഫസ്റ്റ് പാത്തായിരിക്കും. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഗ്രൗണ്ടഡും കോൺഫിഡന്റും ആയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അതായത് നിങ്ങളുടെ മനസ്സ് ഇതുവരെ ശ്രദ്ധിക്കാതെ പോയ മനസ്സ് പറയുന്ന നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ തോട്ട്സ്, അതിനി നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. ഗൈഡൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രോങ് ഇൻറ്റ്യൂഷൻ വഴി കൃത്യമായിട്ട് അതാത് സമയത്ത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്.
അത് ശ്രദ്ധിച്ച് ഒരു റാഷണൽ മൈൻഡോടൊപ്പം നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് എന്തായാലും എംപറർ പോലെ നല്ല അതോറിറ്റേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാനായിട്ട് കഴിയും. ഈ കാർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമല്ലോ. someone is missing you, craving you, desiring connection with you. എനർജി എക്സ്റ്റേണൽ ചിലപ്പോൾ കാണാൻ പറ്റില്ല. അതായത് ആരും മനസ്സിലാണ് ഭയങ്കരമായിട്ട് അങ്ങനെ നിങ്ങളോടുള്ള ഒരു അടുപ്പം താല്പര്യപ്പെടുന്നത്. അത് ചിലപ്പോൾ പുറമേ കാണിക്കണം എന്നില്ല. ഇമോഷണൽ പുൾ എന്തായാലും സ്ട്രോങ് ആണ്. ഭയങ്കര തീവ്രമായ വികാരം, തീവ്രമായ താല്പര്യം ആരോ ഒരാൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. സത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാം, നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട്, സ്നേഹിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതിരുന്നു. ആ കാര്യമായിരിക്കാം ചിലപ്പോൾ ആദ്യം ഈ കാർഡുകളിലൂടെ സൂചിപ്പിക്കപ്പെട്ടത്. ഇനി നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഹൃദയ വികാരങ്ങളെ കാണാതെ പോവേണ്ടതില്ല. അതിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കൂ. നിങ്ങളെ മനസ്സ് പറയുന്നത് കേൾക്കൂ എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ എടുത്തിരിക്കുന്നത് സോഡലൈറ്റ് ക്രിസ്റ്റൽ ആണ്. സോഡലൈറ്റ് എനർജിയും ഈ ഒറാക്കിൾ മെസ്സേജും ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് പറയുന്നത്. ഇന്നർ ക്ലാരിറ്റി, കാം ആൻഡ് സെൽഫ് ട്രസ്റ്റ്, അത് നിങ്ങൾക്ക് ആവശ്യമായ ഡയറക്ഷൻ തരും. ഇമോഷണൽ പുള്ള് സ്ട്രോങ് ആണെങ്കിലും നിങ്ങൾ റാഷണൽ ആയിട്ട് ചിന്തിക്കുക. എടുത്തു ചാടി തീരുമാനം എടുക്കേണ്ട, ഒരു സ്ട്രക്ചർ ഒക്കെ ഫോളോ ചെയ്യുക. പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങിലൂടെ മാത്രം, പ്രോപ്പർ ഡിസിഷൻ മേക്കിങ്ങിൽ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടി കടന്നുപോയതിനു ശേഷം മാത്രം റെസ്പോണ്ട് ചെയ്താൽ മതി. പക്ഷെ ആരോ തീവ്രമായി നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് എന്തായാലും ഉറപ്പാണ്. ഫയൽ നമ്പർ 3, നിങ്ങൾക്ക് ഈ മെസ്സേജ് റെസനേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. വീണ്ടും കാണാം. ബൈ.